പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ നടന്ന ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചുകൊണ്ട് അണക്കരയിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ നടന്ന ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതവും പകപോക്കലുമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് സിപിഎമ്മിന്റെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സിപിഎം, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ, മഹിളാ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തകർ അടക്കമുള്ളവരാണ് അണക്കരയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തത്. പ്രതിഷേധ പ്രകടനത്തിനു ശേഷം നടന്ന യോഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ മതനിരപേക്ഷതയുടെ കാവലാളായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാമെന്ന് ബിജെപിയും കേന്ദ്ര സർക്കാരും കരുതേണ്ടെന്നും വരും നാളുകളിൽ ശക്തമായ സമരത്തെ നേരിടേണ്ടി വരുമെന്നും ജില്ലാ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ഇഡി എടുക്കുന്ന 100 കേസുകൾക്കകത്ത് ആകെ ശിക്ഷിക്കപ്പെടുന്നത് 1.5 കേസുകളാണ് എന്ന് വെച്ചാൽ 1.5%. ബാക്കി മുഴുവൻ കേസുകളും രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇഡി ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് ബിജെപിയോട് പറയാനുള്ളത്, ഏതെങ്കിലും സിപിഐഎമ്മിന്റെ നേതാവിന്റെ വീട്ടിൽ കയറി പരിശോധിച്ചാൽ ഒരു സിപിഐഎമ്മിന്റെ നേതാവും ബിജെപി ആയി മാറാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് ആളെ കൂട്ടണമെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ കയറി പരിശോധിച്ച് അയാളെ ഭീഷണിപ്പെടുത്തിയാൽ അയാൾ നാളെ കോൺഗ്രസ്, നാളെ ബിജെപി ആകുമായിരിക്കും. അങ്ങനെ ആയ ചരിത്രമുണ്ട് ഈ രാജ്യത്ത്. നിരവധി ആളുകൾ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷം പ്രവർത്തകർ മൂന്നാർ കുമളി സംസ്ഥാന പാതയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് പിരിഞ്ഞുപോയത്. നേതാക്കളായ സതീഷ് ചന്ദ്രൻ, അജി പോളച്ചിറ, ബിജു കൊല്ലമല, സനീഷ് ചന്ദ്രൻ, യേശുരാജ്, ഐ പി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അണക്കര.